ഒരു ഗതാഗത നിയമ ലംഘനം കാരണം ഒരാൾക്ക് പിഴ ചുമത്തപ്പെട്ടു. ആ ഒരു റിപ്പോർട്ടിലേക്കാണ്. ഇതിൽ എന്താണ് കൗതുകം എന്ന് ചോദിച്ചാൽ, പിഴ ചുമത്തിയത് ഉപമുഖ്യമന്ത്രി കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാറിനാണ്. ഫ്ലൈ ഓവർ പണി പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഉപമുഖ്യമന്ത്രി അവിടെ എത്തുന്നത്. അവിടെ സ്കൂട്ടർ കൊടുത്ത് അവിടെ എല്ലാം വീക്ഷിക്കാൻ വേണ്ടി പാർട്ടിയിലെ ഒരാൾ തന്നെയാണ് സ്കൂട്ടറൊക്കെ കൊടുത്ത് വിട്ടത്. എന്നാൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു ഏടാക്കൂട്ടത്തിൽ ചെന്ന് ചാടി എന്നുള്ളതാണ്. വിവിധ ഗതാഗത നിയമ ലംഘനത്തിന് 18,500 രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത് ബാംഗ്ലൂരു പോലീസ്. കൊള്ളാവുന്ന ഒരു ഹെൽമെറ്റെങ്കിലും വെക്കാമായിരുന്നു എന്നിപ്പോൾ ശിവകുമാർ ചിന്തിക്കുന്നുണ്ടാകും. എന്താണ് സംഭവിച്ചതെന്ന് കാണാം. KB ശ്രീധരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീധരൻ, 18,500 രൂപ എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു തുകയല്ല. എന്തൊക്കെ നിയമലംഘനങ്ങളാണ്, എന്തിനൊക്കെയായിരുന്നു ഈ പിഴ ചുമത്തിയത്? ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. DK ശിവകുമാർ ഒരു ശരിയായിട്ടുള്ള ഹെൽമെറ്റ് വെച്ചിട്ടില്ല. സാധാരണ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് ചട്ടിത്തൊപ്പി എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള ഹെൽമെറ്റ് വെച്ചാണ് അദ്ദേഹം വാഹനം ഓടിക്കുന്നത്. അദ്ദേഹം മാത്രമല്ല, മന്ത്രി കൂടിയായിട്ടുള്ള ഭൈരതി സുരേഷും അദ്ദേഹത്തിൻ്റെ പുറകിലിരിക്കുന്നുണ്ട്. ഏതായാലും ഈ വീഡിയോ DK ശിവകുമാർ തന്നെയാണ് ബ്രാൻഡ് ബംഗളൂരിൻ്റെ ഭാഗമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ആ വീഡിയോ പങ്കുവച്ചതിന് തൊട്ട് പിന്നാലെ പല ആളുകളും ആ വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്കൂട്ടറിൻ്റെ നമ്പർ കണ്ടെത്തി അതിന് എത്രത്തോളം പിഴയുണ്ടെന്നൊക്കെ പരിശോധിച്ചു ചില വിരുദ്ധന്മാർ. അങ്ങനെയാണ് ഈ വാഹനത്തിന് ഏതാണ്ട് 32ഓളം ഗതാഗത ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നതും അതിൻ്റെ ഭാഗമായിട്ട് കേസെടുക്കണമെന്ന് ബന്ധപ്പെട്ട ട്രാഫിക് പോലീസ് സ്റ്റേഷനായിട്ടുള്ള RT നഗർ പോലീസ് സ്റ്റേഷനിൽ അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിന് കീഴിൽ പല ആളുകൾ കമൻ്റൊക്കെ വെച്ചത്. ഇതിന് പിന്നാലെ പോലീസ് കേസെടുത്തു. അങ്ങനെയാണ് ഈ 32ഓളം വരുന്ന ഗതാഗത നിയമലംഘനങ്ങൾക്ക് ഈ 18,500 രൂപ അടയ്ക്കാൻ വേണ്ടി, പിഴയടക്കാൻ വേണ്ടി പോലീസ് ആവശ്യപ്പെടുന്നത്. ഏതായാലും DK ശിവകുമാറിൻ്റെ പേരിലാണ് ഇത് പ്രചരിച്ചെങ്കിലും ആ വാഹനത്തിൻ്റെ ഉടമ നേരിട്ട് വന്നാണ് ഈ പിഴയൊടുക്കിയത്. RT നഗർ പോലീസ് സ്റ്റേഷനിലെത്തി. വാഹനത്തിൻ്റെ ഉടമ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയാണ്. അദ്ദേഹം വന്ന് പിഴയൊടുക്കുകയായിരുന്നു. അദ്ദേഹം ഈ DK വണ്ടി ഓടിക്കുന്ന 1 വൺ വേ തെറ്റിച്ചു, 2 മതിയായിട്ടുള്ള ഹെൽമെറ്റ് വെച്ചില്ല. അതായത് പിൻയാത്രക്കാരും മതിയായിട്ടുള്ള ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല, വൺ വേ തെറ്റിച്ചാണ് വന്നത് തുടങ്ങി ഒരുപാട് നിയമലംഘനങ്ങൾ ഈ യാത്രയിലുണ്ടായി. ഏതായാലും ഈ ബംഗളൂരുവിലെ ഒരു വികസന പ്രവർത്തനങ്ങൾ ഇത്ര പൊക്കി കാണിക്കാൻ വേണ്ടി പങ്കുവെച്ച ഒരു പോസ്റ്റിങ്ങിന് ഒരു പുലിവാലാവുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായില്ല. ഏതായാലും പിഴയൊടുക്കി ഇപ്പോൾ ഈ സംഭവം ഒത്തുതീർപ്പാക്കുകയാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് പ്രവർത്തകൻ ചെയ്തിരിക്കുന്നത്.